അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ വേറൊരുത്തനെ എന്തെങ്കിലും നിലക്ക് അത് ഏത് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു വല്ല നിലക്കാണെങ്കിലും ഒന്നും നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന വാക്കുകൾ നമ്മൾ ഇന്നുണ്ടാവാൻ പാടുള്ളതല്ല. മറ്റൊരുത്തൻ്റെ അപമാനങ്ങൾ അത് പരിശോധിച്ചു കൊടുക്കുക വയ്യാതെ പോകേണ്ട ആവശ്യം നമ്മൾക്കില്ല. എന്നിട്ടത് പറഞ്ഞ് ചിരിക്കുക. ഞാൻ ഇന്നലെ പ്രസംഗിച്ചതുപോലെ അങ്ങനെ അപമാനങ്ങളെ ആരെങ്കിലും പരിശോധിക്കാൻ വേണ്ടി നടന്നാൽ അള്ളാഹു അവൻ്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടാകുന്ന തകരാറുകൾ അള്ളാഹു പരിശോധിക്കുന്ന. അള്ളാഹ് പരിശോധിച്ചാൽ വമൻ തത്തബ അള്ളാഹു ഔറാത്തിഹിം, അവരുടെ അപമാനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചാൽ യഫ്ളഹുല്ലാഹ് വലൗ ഫീ ബൈതിഹി, അവൻ വീട്ടിലാണെങ്കിലും അള്ളാഹു അവനെ വഷളാക്കും, അവൻ പേടിച്ചു വിളിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ നിലക്കുള്ളതായ കൊലകൾ അധികരിച്ച ഒരു കാലഘട്ടം, ഫിത്നകൾ അധികരിച്ചതായ ഒരു കാലഘട്ടം. റസൂൽ പറഞ്ഞല്ലോ, ഫിത്നത്തുൻ തമൂജുക മൗജിൽ ബഹർ, സമുദ്ര തിരമാലകളെ പോലെ അടിച്ച് ഉയർന്നു വരുന്ന ഒരു കാലത്തും അവസാനിക്കാത്ത ഫിത്നാണ്. ഫിത്നത്തുൽ അഹ്ലാസ്, വിട്ടുമാറാത്ത വേറൊരു ഫിത്നയെ പറ്റി റസൂൽ പറഞ്ഞു. അപ്പം അങ്ങനെ ഫിത്നകൾ അധികരിച്ചതായ ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മുടെ അടുത്തുള്ള ഈമാൻ, ആ ഈമാനിനെ വളർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഓരോരുത്തരും നടത്തുക. ആ ഈമാനാവുന്ന പ്രകാശം, അതിനെ പ്രകാശിപ്പിച്ചെടുക്കാൻ വേണ്ട പണികളൊക്കെ ചെയ്യുക. ആ നിലക്ക് ഹൃദയത്തിനെ വിശുദ്ധമാക്കി, ഹൃദയത്തിൽ നിന്ന് മോശമായ സർവ്വ സ്വഭാവങ്ങളെയും ഒഴിവാക്കി, മഹമൂദത്താവുന്ന സുന്ദരമായ ഏറ്റവും ഉന്നതമാവുന്ന സ്വഭാവങ്ങളാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ആ സ്വഭാവങ്ങളൊക്കെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകയാക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ സാദാത്തുകളൊക്കെ അതിനുവേണ്ടി അവരുടെ ഓരോ സമയവും ഉപയോഗപ്പെടുത്തണമെന്നും ഈ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഖിദ്മത്തിന് വേണ്ടി നിങ്ങളൊക്കെ തയ്യാറാവണമെന്നും ഇനി വരാൻ പോണ ഈ 2026 ഫെബ്രുവരി ആദ്യ വാരത്തിൽ 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സ്വഭാവമുള്ളതായ ഒരു വലിയൊരു സമ്മേളനമാണ് നടത്തപ്പെടുന്നത്. അതിൽ വിദേശ പ്രതിനിധികളും ആവുന്ന പണ്ഡിതന്മാരുണ്ടാവും, വലിയ വലിയ പണ്ഡിതന്മാർ, സൂഫിയാക്കളാവുന്ന ആളുകളുണ്ട്, ഫത്വ കൊടുക്കുന്ന ആളുകളുണ്ട്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാവും. ഈ കേരളത്തിലും മറ്റു ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള പ്രമുഖരാവുന്ന ആളുകളൊക്കെ ഉണ്ടാവും.